ലൈക്ക് എൻജിൻ യൂണിവേഴ്സിറ്റീസ് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്തായാലും പ്രസന്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഹലോ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? യെസ് മാം. ഓക്കെ, താങ്ക് യു ജസീന. സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അതിനകത്ത് നമ്മൾ വേദിക് എഡ്യൂക്കേഷൻ കവർ ചെയ്യും, ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ കവർ ചെയ്യും, പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റ് ഏൻഷ്യൻ യൂണിവേഴ്സിറ്റീസ്, അതായത് തക്ഷില, വലഭി, മിഥില, ജഗതാല, ഉടന്തപുരി അങ്ങനെ പറയുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസും ഇതിൽ കവർ ചെയ്യും. ടൈം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് കമ്മീഷൻസും റിപ്പോർട്ട്സും ഒന്ന് കവർ ചെയ്യും. സോ നമുക്ക് തുടങ്ങാം. സോ ഫസ്റ്റ് വൺ ഇസ് ഏൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രണ്ട് മേജർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. ദ വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്കൊരു 6 കമ്പോണൻസ് പഠിക്കാനുണ്ട്. അതിലൊന്നാമത്തത് വേദങ്ങളാണ്. അതെന്ന് പറഞ്ഞാല് റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ടെക്സ്റ്റ് എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ, ഇതൊക്കെയാണ് വേദങ്ങളുടെ കൂട്ടത്തിൽ പറയുന്നത്. സോ നമുക്ക് ഈ വേദങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ, അതായത് വേദങ്കണാസ് എന്ന് പറയും. വേദങ്കണാസ് എന്ന് പറഞ്ഞാൽ ദ ലിംസ് ഓഫ് വേദ. നമുക്ക് അങ്കണം എന്ന് പറഞ്ഞാല് ലിംസ് എന്നാണ് മലയാളത്തിൽ മീനിങ്. അതായത് നമുക്ക് ബോഡിയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്, കൈയുണ്ട്, കാലുണ്ട്. അത് നമ്മളെ ബോഡിയെ കറക്റ്റ് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഈ വേദങ്ങൾ എന്ന് പറഞ്ഞാല് വേദങ്ങളെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതെങ്ങനെ വായിക്കേണ്ടത്, അതിന്റെ അർത്ഥം എങ്ങനെ ഉൾക്കൊള്ളേണ്ടത്, അതിന് വേണ്ടിയിട്ട് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അതാണ് വേദഗണാസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം നിങ്ങൾക്ക്. ഓക്കെ, ഈ ഫോണറ്റിക്സ്, റിച്വൽസ്, ഗ്രാമർ, വേർഡ് മീനിങ്, പോയട്രി, അസ്ട്രോണമി, ഈ ഒരു 6 കമ്പോണൻസിന്റെ ഈ സംസ്കൃത ടേംസ് ആണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാനുള്ളത്. എക്സാമിന് ആ രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് വേദഗണാസ് എന്ന് ചോദിക്കും. അതിനകത്ത് ചിലപ്പോൾ ഇംഗ്ലീഷ് ടേം തരണം എന്നില്ല. അതുകൊണ്ട് മാക്സിമം ഈ എന്താ ഇതിന്റെ സംസ്കൃത ടേം പഠിച്ചു വെക്കാനായിട്ട് ഓർക്കാം. ഫസ്റ്റ് ആണ് ഫോണറ്റിക്സ്, അതായത് ശിക്ഷ. നമ്മൾ ഇംഗ്ലീഷിൽ ഫോണറ്റിക്സ് പഠിച്ചിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് ഓരോ അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഈ വേദങ്ങൾ പാരായണം ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഓരോ വേർഡും ഉച്ചരിക്കേണ്ടത്, അതാണ് ഫോണറ്റിക്സ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ സിമിലർ ഖുറാനിലും ഉണ്ട്. അത് പറയുകയാണെങ്കിൽ നമ്മൾ തജ്വീദ് എന്ന് പറയും. സോ ദ സെക്കൻഡ് വൺ ഇസ് റിച്വൽസ് അല്ലെങ്കിൽ കൽപ്പ. കൽപ്പ എന്ന് പറഞ്ഞാല് ഒരു സെറമണി അല്ലെങ്കിൽ ഒരു റിച്വൽ എങ്ങനെ പെർഫോം ചെയ്യേണ്ടത് അതിനെ പറ്റി പഠിപ്പിക്കുന്നതാണ് റിച്വൽസ് എന്ന് പറഞ്ഞാല്, അതായത് കൽപ്പ. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഗ്രാമർ. ഗ്രാമർ എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് സ്ട്രക്ചർ. അതിനെയാണ് സാധാരണ നമ്മള് ഹലോ ഹലോ ഗ്രാമം എന്ന് പറഞ്ഞാൽ അതാണ്. ഫോർത്ത് വൺ ഇസ് വേർഡ് മീനിങ്, നിരുക്ത. നിരുക്ത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വേദങ്ങളിൽ നമുക്ക് മനസ്സിലാകാത്ത കുറച്ച്, അതായത് ആ സമയത്ത് മനസ്സിലാകാത്ത കുറച്ച് കോംപ്ലിക്കേറ്റഡ് ടേംസ് ഉണ്ടാവും. അതിനെ പറ്റി പഠിക്കുന്നതാണ് നിരുക്ത എന്ന് പറഞ്ഞാല്. ദെൻ ദ ഫിഫ്ത് വൺ ഇസ് പോയട്രി, പിന്നെ സിക്സ്ത് വൺ ഇസ് അസ്ട്രോണമി. ഈ ഒരു 6 സാധനങ്ങളാണ് അല്ലെങ്കിൽ 6 എലമെന്റ്സ് ആണ് നമുക്ക് വേദാംഗണാസ് എന്ന് പറഞ്ഞ് പഠിക്കാനുള്ളത്. അതായത് വേദങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട 6 കാര്യങ്ങൾ. Then the third one in the Vedic education system is Upanishad, which is about teaching on the soul. The fourth one is philosophy. ഫിഫ്ത് വൺ ഇസ് പുരാണം. പുരാണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിസ്റ്ററി അല്ലെങ്കിൽ മോറൽ സ്റ്റോറീസ് ആണ്. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൈക്ക് ശിവപുരാണം അല്ലെങ്കിൽ വിഷ്ണു പുരാണം, അവരുടെ ഗ്ലോറിനൊക്കെ പറ്റി സംസാരിക്കുന്ന പുരാണങ്ങൾ എന്ന് പറയുന്നത്. ദെൻ സിക്സ് വൺ ഇസ് തർക്കശാസ്ത്ര, വിച്ച് മീൻസ് ലോജിക് ആൻഡ് റീസണിങ്. ദാറ്റ് ഈസ് അബൌട്ട് ദ 2 എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. സോ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്ത് ഫർദർ സ്ലൈഡ്സിൽ പഠിക്കും.
അപ്പൊ ഈ 6 നമ്പേഴ്സ് ഉള്ളത് വേദയിൽ വരുന്നതാണോ? വേദാംഗസ് അതിൽ വരുന്നതാണോ? എന്താണ്? ശിക്ഷ, കൽപ്പ, വ്യാകരണ. ശിക്ഷ, കൽപ്പ, വ്യാകരണ, നിരുക്ത, ഇത് വേദാംഗനാസിൽ വരുന്നത്. അതായത് വേദങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് വേദാംഗനാസ് എന്ന് പറഞ്ഞത്. അതിനകത്താണ് ഇത് വരുന്നത്. സ്ലൈഡ് മാറ്റാൻ നോക്കാം. സ്ലൈഡ് മാറുന്നില്ല. ഓക്കെ. സോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ സ്റ്റുഡൻസ് എങ്ങനെയാണ് പഠിച്ചിരുന്നത്, അതിന് ഒരു 3 സ്റ്റേജ് ഉണ്ട്. അല്ലെങ്കിൽ 3 വഴിയിലൂടെയാണ്, ഒരു 3 മെത്തേഡിലൂടെയാണ് അവർ പഠിച്ചിരുന്നത്. ഫസ്റ്റ് വൺ ശ്രവണ, സെക്കൻഡ് വൺ മനന, തേർഡ് വൺ നിധ്യാസന. ശ്രവണ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് ശ്രവണ എന്ന് പറഞ്ഞാൽ. അതായത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അതായത് ലിസണിങ് ടു എ ടീച്ചർ, ദാറ്റ് ഈസ് കോൾഡ് ശ്രവണ. ദെൻ സെക്കൻഡ് വൺ ഈസ് മനന. മനന എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ പഠിപ്പിക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു. ഇപ്പൊ ജസ്റ്റിന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ, ലൈക്ക് വൈസ്. ദ തേർഡ് വൺ ഇസ് നിധ്യാസന. നിധ്യാസന എന്ന് പറഞ്ഞാൽ അപ്ലൈങ് ദ നോളജ് ഇൻ റിയൽ ലൈഫ്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ക്ലാസ്സിൽ കൈൻഡ്നെസിനെ പറ്റി, ദയവിനെ പറ്റി പഠിപ്പിക്കുകയാണ്. ആൻഡ് യു ആർ ബീങ് കൈൻഡ് ടു യുവർ മദർ അല്ലെങ്കിൽ കൈൻഡ് ടു യുവർ ഫാദർ. അത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആണ്. നിധ്യാസന എന്ന് പറഞ്ഞാൽ കണ്ടംപ്ലേഷൻ or application, applying the knowledge in real life. ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്തേക്കുന്നതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കുകയും വേണം. കാരണം ഈ ടേംസ് ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുന്നത്. ഇതിലെ ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട് ഇതിലേക്ക് കൂടിയാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്, അങ്ങനെ പറയാം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ നെക്സ്റ്റ് വൺ. സോ എന്താണ് ബേസിക് എഡ്യൂക്കേഷന്റെ പർപ്പസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ സെൽഫ് റിയലൈസേഷൻ, വിച്ച് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് വൺസ് ട്രൂ സെൽഫ്, നമ്മൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. സെക്കൻഡ് വൺ ഇസ് ക്യാരക്ടർ ബിൽഡിംഗ്, വിച്ച് മീൻസ് വ്യക്തിത്വ വികസനം. തേർഡ് വൺ ഇസ് കൾച്ചറൽ വാല്യൂസ് ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് കംപ്ലീറ്റ് ഗ്രോത്ത്. ജസ്റ്റ് എന്താണ് ഒരു അക്കാഡമി, എന്താ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബുക്കിൽ മാത്രം ഒതുങ്ങുന്ന വിദ്യാഭ്യാസം അല്ല ഉദ്ദേശിച്ചിരുന്നത്. ഇവര് ഒരു കംപ്ലീറ്റ് ഒരു ഹോളിസ്റ്റിക് ഗ്രോത്ത്, മൈൻഡ്, ബോഡി ആൻഡ് സോൾ ഡെവലപ്മെന്റ് ആണ് ബേസിക് എഡ്യൂക്കേഷന്റെ പർപ്പസ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. സോ ഇതിൽ സംശയമില്ലെന്ന് വിചാരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ പാറ്റേൺ ചേഞ്ച് ആവുന്നുണ്ട്. സോ അടുത്ത് പറയുന്നത് ടൈപ്സ് ഓഫ് നോളജ് ആണ്. ടൈപ്സ് ഓഫ് നോളജ്, ഫസ്റ്റ് ടൈപ്പ് ഓഫ് നോളജ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഇസ് പരവിദ്യ, സെക്കൻഡ് വൺ ഇസ് അപരവിദ്യ. നമുക്ക് ആദ്യം അപരവിദ്യ എന്താണെന്ന് നോക്കാം. അപരവിദ്യ എന്ന് പറഞ്ഞാല് ഭൗതിക വിദ്യാഭ്യാസം. നമ്മൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം, അതായത് സയൻസ്, ആർട്സ്, മാത്സ്, അസ്ട്രോണമി, ലോജിക്കൽ റീസണിങ്, ഇതെല്ലാം അപരവിദ്യയാണ്. പക്ഷെ പരവിദ്യ എന്ന് പറഞ്ഞാല് ഹയർ അല്ലെങ്കിൽ സ്പിരിച്വൽ നോളജ്, where we learn about soul, God, etc. അതായത് എന്താ പറയാ, എന്റെ അമ്മ എപ്പോഴും പറയായിരുന്നു, എന്താ ഭൗതിക വിദ്യാഭ്യാസം മാത്രം പോരാ, ആത്മീയ വിദ്യാഭ്യാസം വേണം, ആത്മീയ വിദ്യാഭ്യാസം വേണം. അപ്പം പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ഇതാണെന്നാണ് എനിക്കിപ്പോ മനസ്സിലാവുന്നത്. ഈ ലോകത്തുള്ള വിദ്യാഭ്യാസം മാത്രം പോരാ എന്നാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത്. ദെൻ what are the special features of Vedic education? Vedic education സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് ഓറൽ ട്രഡീഷൻ, അതായത് ശ്രുതി പരമ്പര. നോളജ് ഈസ് പാസ്ഡ് ബൈ സ്പീക്കിംഗ്, നോട്ട് റൈറ്റിംഗ്. അതായത് നമ്മൾ ആദ്യം നേരത്തെ കണ്ടതുപോലെ ശ്രവണ, അതായത് വായ്മൊഴിയായിട്ട് പറഞ്ഞു കൊടുത്താണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് ശ്രുതി പരമ്പരയായിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് വൺ ഇസ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ, ശുദ്ധ ഉച്ചാരണം. അതായത് ഈ വേദങ്ങളൊക്കെ കറക്റ്റ് എന്താണ് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ശുദ്ധ ഉച്ചാരണത്തിന് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ തേർഡ് വൺ ഇസ് ലൈഫ് ഗൈഡൻസ് ഓർ ധർമ്മ ബേസ്ഡ് എഡ്യൂക്കേഷൻ, വിച്ച് ഫോക്കസ്ഡ് ഓൺ മോറൽ ലിവിംഗ് ആൻഡ് സ്പിരിച്വൽ ഗ്രോത്ത്. അതായത് ധർമ്മത്തിന് അധിഷ്ഠിതമായിട്ട് ജീവിക്കണം, അതാണ് ബേസിക് എഡ്യൂക്കേഷൻ മെയിൻ ആയിട്ട് പ്രപ്പോസ് ചെയ്ത വേറൊരു കമ്പോണന്റ്. പിന്നെ ഫോർത്ത് കമ്പോണന്റ് എന്ന് പറഞ്ഞാല് ഗുരുക്കന്മാര് എപ്പോഴും ഈ ശിഷ്യന്മാർക്ക്, അതായത് ശിഷ്യന്മാർക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു റോൾ മോഡൽസ് ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാല് അവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചിരുന്നു. അതിലൂടെ കുട്ടികളൊക്കെ ഗുരു സിമ്പിൾ ആയിട്ടുള്ള ജീവിതം, അല്ലെങ്കിൽ ഭയങ്കര ഓണസ്റ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്, ഭയങ്കര കൈൻഡ് ആയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളും അത് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം.
അതാണ് ഈ ടീച്ചേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ടീച്ചിങ് മെത്തേഡ്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രവണ, മനന, നിധ്യാസന. പക്ഷെ ഇത് വേറെ ടീച്ചിങ് മെത്തേഡ്സ് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് പറയുന്നതാണ്. ഫസ്റ്റ് വൺ ഇസ് ഓറൽ ട്രാൻസ്മിഷൻ. അതായത് ശ്രവണ തന്നെയാണ്, പ്യുവർലി വെർബൽ ലേണിംഗ് ഫ്രം ദ ടീച്ചേഴ്സ് മൗത്ത്. അതായത് ടീച്ചർ എന്താണ് പറയുന്നത്, റിട്ടൺ ടെക്സ്റ്റ് ഒന്നുമില്ല. രണ്ടാമത്തെ ചിന്തൻ, ഡീപ് റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് അനാലിസിസ്. Then third one is mind-centered education, developing intellect and reasoning. ഇത് ഈ ഓറൽ ട്രാൻസ്മിഷനും ചിന്തം മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് മാത്രമേ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പഠിച്ച ശ്രവണ, മനന, നിധ്യാസനയ്ക്ക് ഏകദേശം സിമിലർ ആണ്. സോ എങ്ങനായിരുന്നു അഡ്മിഷനും സ്റ്റുഡന്റ് ലൈഫും എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അഡ്മിഷൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ മോറൽ ക്യാരക്ടർ. അതായത് കുട്ടി നല്ല സ്വഭാവക്കാരനാണെങ്കിൽ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഉപനയന സെറമണി. ഉപനയന സെറമണി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് എക്സാമിന് ചോദിക്കാം. ഉപനയന സെറമണി ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പൊ ഇതെന്താ പറയാന്ന് പറഞ്ഞാല് ഫോർമൽ റിച്വൽ ഫോർ ഇനിഷ്യേറ്റിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്റ്റുഡന്റ് ഇസ് കോൾഡ് ദ്വിജ, വിച്ച് മീൻസ് ട്വൈസ് ബോൺ. ഈ ദ്വിജയും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതായത് മാത്സ് ദ ഫോളോവിംഗിൽ എന്തോ ഒരു തവണ ഇത് ചോദിച്ചിട്ടുണ്ട്, ഈ ദ്വിജ എന്താണെന്ന് വെച്ചാൽ. അപ്പം ഒരു കുട്ടി എന്താണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിനായിട്ടുള്ള ഒരു ഫോർമൽ റിച്വൽ ആണ് ഉപനയന സെറമണി എന്ന് പറഞ്ഞാൽ. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ ദ്വിജ, ട്വൈസ് ബോൺ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് വിദ്യാരംഭ സെറമണി. ഈ വിദ്യാരംഭം നമ്മൾ മലയാളിക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും, കാരണം വിദ്യാരംഭം നമ്മൾ ന്യൂസ് പേപ്പറിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുന്ന അരിയിലൊക്കെ ഒരു സെറമണി ആയിട്ട് നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മാർക്സ് ദ ബിഗിനിങ് ഓഫ് ലേണിംഗ്. അതായത് കുട്ടി ആൽഫബറ്റ്സ് പഠിക്കുന്ന സമയം അറൌണ്ട് ഏജ് 5, ഒരു ഏജ് 5 വയസ്സൊക്കെ ആവുന്ന സമയത്ത് കുട്ടി എഴുതാൻ പഠിക്കുക. അതാണ് നമ്മുടെ വിദ്യാരംഭ സെറമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ റെഫർ ചെയ്ത ബുക്ക് KVS മാഡന്റെ ബുക്കാണ്, അതിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഏജ് ഫോർ ഉപനയനം. ഉപനയന സമയം, അതായത് കുട്ടി എപ്പോഴാണ് എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഏജ് പീരീഡ് എന്ന് പറഞ്ഞാൽ 8 to 12 years ആണ്. ഓക്കെ, നെക്സ്റ്റ് അബൌട്ട് ബ്രഹ്മചാര്യം. അതായത് സ്റ്റുഡന്റ് ലൈഫിനെ പറ്റിയാ പറയുന്നത്. സ്റ്റുഡൻസ് എന്തൊക്കെ ഫോളോ ചെയ്യണം, അതിനകത്ത് വേറൊരു കമ്പോണന്റ് ആണ് ബ്രഹ്മചാര്യം എന്ന് പറഞ്ഞാല്. ബ്രഹ്മചാര്യം എന്ന് പറഞ്ഞാല് സെലിബസി. സെലിബസി എന്ന് പറഞ്ഞാല് എന്താണ്, സ്ട്രിക്ട് ഡിസിപ്ലിൻ ആൻഡ് സെലിബസി ആർ കമ്പൽസറി ഡ്യൂറിങ് ദി സ്റ്റഡി ഫേസ്. സെലിബസി എന്ന് പറഞ്ഞാൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ വിവാഹമോ വൈവാഹിക ജീവിതമോ അവർക്ക് എന്തില്ല, പാടില്ല. സ്ട്രിക്ട്ലി ദേ ഷുഡ് ബി ഫോക്കസ്ഡ് ഓൺ സ്റ്റഡീസ്. And the next one is residential education. Students lived with their guru teacher, which means ഗുരുകുല സമ്പ്രദായം. അതായത് ഈ കുട്ടികൾ ടീച്ചറിനൊപ്പം താമസിച്ച് പഠിക്കുന്ന സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. അതായത് ഗുരുകുല സിസ്റ്റം എന്ന് നമ്മൾ പറയും. ആൻഡ് സ്പിരിച്വൽ ടീച്ചർ സ്റ്റുഡന്റ് ബോണ്ട്, വിച്ച് ഇസ് കൺസിഡേർഡ് സീക്രട്ട്, നോട്ട് ജസ്റ്റ് അക്കാഡമിക്. അതായത് കേവലം ഒരു അക്കാഡമിക് ആയിട്ടുള്ള ബന്ധമായിരുന്നില്ല ഗുരു ശിഷ്യന്മാർ തമ്മിൽ ഉണ്ടായിരുന്നത്, കുറച്ചുകൂടി ഒരു സീക്രട്ട് ആയിട്ടുള്ള ബന്ധമായിരുന്നു അവർ നിലനിർത്തിയിരുന്നത്. ദെൻ ഈ പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിൽ, അതായത് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ദർ വാസ് നോ സ്റ്റേറ്റ് കൺട്രോൾ. സൊസൈറ്റി ഓർ സ്റ്റേറ്റ് ഡിഡൻ ഇന്റർഫിയർ ഇൻ വാട്ട് വാസ് ടോട്ട്. അതായത് രാജ്യമോ അല്ലെങ്കിൽ സമൂഹമോ കുട്ടികളെ എന്താണോ കുട്ടികളെ എന്താണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ അതിൽ ഇടപെടത്തില്ലായിരുന്നു. Then the next one is Brahm Sangh, which means higher education gatherings or institution. ഈ ഒരു ടേമും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അതായത് പഠിച്ച കുറച്ച് സ്കോളേഴ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന ഗ്യാതറിങ്സിനെയോ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ബ്രാഹ്മണ സംഘം എന്ന് നമ്മൾ പറയുന്നത്. ഈ ടേമും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നിങ്ങൾക്ക് സ്ലൈഡ് വിസിബിൾ അല്ലേ? ഹലോ, യെസ് മാം. ജസ്റ്റിന് മാത്രം റിപ്ലൈ തരുന്നുള്ളൂ, വേറെ ആരും ക്ലാസ്സിൽ ഇല്ലേ? ഓക്കെ, then philosophical and religious foundations of Vedic education.
ഇത് ഇതിനകത്ത് റെഡ് മാർക്ക് ചെയ്തേക്കാം എന്ന് മാത്രം നിങ്ങൾ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ബാക്കിയൊന്നും ഇമ്പോർട്ടന്റ് അല്ലെന്നല്ല, പഠിക്കുക, പക്ഷേ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. First one is integrated life approach, which means social, political, and economic life were united with religious and moral thought. And the second one is, I have already explained this one, dharma. അതായത് സെൻട്രൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കണം എന്നുള്ളതായിരുന്നു നമ്മളെ വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം പറഞ്ഞിട്ടുള്ളത്. സെൻട്രൽ കൺസെപ്റ്റ് മീനിങ് ഡ്യൂട്ടി, വെർച്വൽ റിലീജിയൻ, ഗൈഡഡ് ഐഡിയൽ കണ്ടക്ട് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ലൈഫ്. ദെൻ തേർഡ് വൺ ഇസ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എഡ്യൂക്കേഷൻ. നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് അവർ ഏറ്റവും പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത് എന്ന് വെച്ചാല് ചിത്തവൃത്തി നിരോധ, അതായത് കൺട്രോൾ ഓഫ് മെന്റൽ ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഡിസയേഴ്സ് ടു അറ്റൈൻ സ്പിരിച്വൽ കാംനെസ്. അതായത് നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ പല രീതിക്കുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അതായത് ചില സമയത്ത് നമ്മളെന്താ, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ചില കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്ന സെൻസ് കുറച്ച് ഡ്രഗ്സ് യൂസ് ചെയ്ത് അങ്ങനെ പോകാറുണ്ട്, അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള രീതിക്കുള്ള റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് അവർ ഡൈവേർട്ട് ചെയ്ത് പോകാറുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്ത് ഏറ്റവും കൂടുതൽ ഫോക്കസ് സ്റ്റഡീസിന് കൊടുക്കണം. ആ ഒരു കൺസെപ്റ്റാണ് ചിത്തവൃത്തി നിരോധ അതിനുള്ളത്. ഇത് എക്സാമിന് ഞാൻ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ചോദിക്കാം. Then next one is karma, doctrine of action, which emphasized on righteous action, essential part of Hindu ethical and educational philosophy. So idum ningal note ചെയ്തു വെച്ചേക്കാം. Then the last one is summum bonum. Summum bonum എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇത് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ്, which means the highest aim. Summum bonumന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ the highest aim, which means the highest good of mankind was spiritual growth and service to society. അതായത് എഡ്യൂക്കേഷന്റെ ഹയസ്റ്റ് എയിം എന്ന് പറയുന്നത് ഒരാളുടെ സ്പിരിച്വൽ ഗ്രോത്തും ആത്മീയ വളർച്ചയും പിന്നെ സർവീസ് ടു ദ സൊസൈറ്റി. എ പേഴ്സൺ ഷുഡ് ബി ഏബിൾ ടു സെർവ് എ സൊസൈറ്റി. അവരുടെ കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസുമാണ് നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഈ ടേംസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇത് നിങ്ങൾ അധികം സ്ലൈഡ്സിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല. വിമൻസ് എഡ്യൂക്കേഷൻ ആൻഡ് വേദിക് ടൈംസ് കണ്ടിട്ടുണ്ടെങ്കിലും ഒന്നുകൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. ആക്ച്വലി ഇറ്റ് മീൻസ് വേദിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പീരീഡിൽ വിമൻസ് എഡ്യൂക്കേഷന് കുറച്ചൊരു പിടുത്തം വന്നിട്ടുണ്ടെങ്കിലും വേദിക് എഡ്യൂക്കേഷൻ സമയത്ത് വേദിക് ടൈമിൽ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഉപനയന സെറമണി സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു. വിമൻ ഓൾസോ അണ്ടർവെന്റ് ദ ഇനിഷ്യേഷൻ സെറമണി, അതായത് അവരുടെ എന്താണ് സ്റ്റഡീസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറമണി ആയിട്ട് ഉപനയന ഉണ്ടായിരുന്നു. പിന്നെ വിമൻ ലേൺ മ്യൂസിക്, ഡാൻസ്, വേദാസ് ആൻഡ് വേദംഗാസ് ടു എ ലിമിറ്റഡ് എക്സ്റ്റെന്റ്. അതായത് അവരും ഈ ഒരു സബ്ജക്ട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഡാൻസും വേദങ്ങളും മ്യൂസിക്കും വേദംഗാസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതിനകത്ത് പറയുന്നത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേറ്റഡ് വിമൻ ആണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഇസ് സ്യാദുദ്വഹാസ്, വിച്ച് മീൻസ് കല്യാണം കഴിക്കുന്നത് വരെ പഠിച്ചിരുന്ന സ്ത്രീകളെയാണ് സാദ്യുദ്വഹാസ് എന്ന് പറയുന്നത്. ദേ സ്റ്റഡീഡ് അണ്ടിൽ മാരേജ്. ദെൻ ദി സെക്കൻഡ് വൺ ഇസ് ബ്രഹ്മവദിനീസ്. ബ്രഹ്മവദിനീസ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ലേണേഴ്സ് ഹു ചോസ് നോട്ട് ടു മാരി. അതായത് ഒരു സെലിബസി അങ്ങനെ ഒരു അത് വർത്തിച്ചു പോരുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ലൈഫ് ലോങ് ലേണേഴ്സിനെ, കല്യാണം കഴിക്കാതെ ജീവിച്ചിരുന്ന ലേണേഴ്സിനെയാണ് ബ്രഹ്മവദിനീസ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കുറച്ച് സേജസ് എന്ന് പറഞ്ഞാല് മൈത്രേയി ആൻഡ് ഗാർഗിയാണ്. മൈത്രേയി എന്ന് പറഞ്ഞാല് എന്തായിരുന്നു മൈത്രേയി എന്ന് പറഞ്ഞാല് പുള്ളിക്കാരി സോളിനെ പറ്റി, ആത്മാവിനെ പറ്റി കുറച്ചധികം എഴുതി മീൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഋഷികയായിരുന്നു. ഗാർഗി എന്ന് പറഞ്ഞാല് വലിയ വലിയ സദസ്സിലൊക്കെ മറ്റ് മീൻസ് മറ്റ് സ്കോളേഴ്സിൻ്റെ കൂടി ഡിബേറ്റ്, കോർട്ട് റൂംസിലൊക്കെ ഡിബേറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു ഗാർഗി എന്ന് പറഞ്ഞാല്. they are the renowned scholars for their wisdom.
ദാറ്റ് ഈസ് അബൌട്ട് ഋഷികാസ്. ഇപ്പോൾ ഈ രണ്ട് ടേമും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് വൺ ഇസ് സാധ്യോദ്വഹ, സെക്കൻഡ് വൺ ഇസ് ബ്രഹ്മവദ്ഗീസ്. സോ അടുത്ത പഠിക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഇസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഫോർ വേദസ്, മീനിങ് നോളജ്. നമുക്കറിയാം 4 വേദങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഋഗ്വേദ, സെക്കൻഡ് വൺ ഇസ് സാമവേദ, തേർഡ് വൺ ഇസ് യജുർവേദ, ഫോർത്ത് വൺ ഇസ് അഥർവവേദ. അപ്പൊ ഇതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് മാത്രം കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഋഗ്വേദ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ദി ഓൾഡസ്റ്റ് ടെക്സ്റ്റ് ഓഫ് ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയാം നമുക്ക്. ഇതിനകത്ത് ഏകദേശം 1028 എന്താ ഹിംസ് ഉണ്ട്, അതായത് വരികളുണ്ട്. ദെൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇത് മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ലീവിങ് ആൻഡ് ഹൈസ്റ്റിംഗ്. ഇത് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ഇത് സിമ്പിൾ ഇംഗ്ലീഷിലാണ് കൊടുത്തേക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഇസ് ഗായത്രി മന്ത്ര. ഗായത്രി മന്ത്ര ഒറിജിനേറ്റ് ചെയ്തത് ഋഗ്വേദത്തിൽ നിന്നാണ്. ദെൻ സെക്കൻഡ് വൺ ഇസ് സാമവേദ. സാമവേദ എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ റിച്വൽസ് ആൻഡ് സ്പിരിച്വൽ സെറമണീസ്. റിച്വൽസ് എങ്ങനെയാ പെർഫോം ചെയ്യേണ്ടത്, സ്പിരിച്വൽ സെറമണീസ് എങ്ങനെയാ പെർഫോം ചെയ്യേണ്ടത്, അതിനൊക്കെ ഉള്ള ഒരു ഗൈഡൻസ് നമുക്ക് സാമവേദത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ദെൻ മ്യൂസിക്കൽ വേർഷൻസ് ഓഫ് ഋഗ്വേദ വേഴ്സസ്. അതായത് സാമവേദ കുറച്ചുകൂടി ഒരു സംഗീതം അല്ലെങ്കിൽ മ്യൂസിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ആയിരുന്നു, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ മ്യൂസിക്കൽ വേർഷൻ ഓഫ് ഋഗ്വേദ വേഴ്സസ്. ഋഗ്വേദ വേഴ്സസിന്റെ ഒരു മ്യൂസിക്കൽ വേർഷൻ ആയിട്ട് സാമവേദം നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ടത് റിച്വൽസും സ്പിരിച്വൽ സെറമണീസും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് നമുക്ക് സാമവേദത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. So next one is Yajurveda. Yajurveda, which was about mantras and which is used in sacrificial rituals. അതായത് മന്ത്രങ്ങളെ പറ്റി ആണ് കൂടുതലും യജുർവേദയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ദി റോൾ ഓഫ് പ്രീസ്റ്റ്. അതായത് നമ്മളെ ഈ പ്രീസ്റ്റുമാരെ റോൾ എന്താണ്, അതും ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അധികം ഡെപ്തിൽ പഠിക്കേണ്ട കാര്യമില്ല. സോ പ്രധാനമായിട്ട് ഇതിൽ എന്താ പറഞ്ഞിരിക്കണമെന്ന് നോക്കാം. ഇതിൽ മന്ത്രങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, സാമവേദയിൽ ഒരു മ്യൂസിക്കൽ ഓറിയന്റേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുന്നേ പറഞ്ഞ ഗായത്രി മന്ത്ര ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ്. പിന്നെ പ്ലെയിൻ ലീവിങ്ങിനെ പറ്റിയാണ് അതിനകത്ത് പറയുന്നത്, ഋഗ്വേദയിൽ പറയുന്നത്. സോ ദ ഫോർത്ത് വൺ ഇസ് അഥർവവേദ, വേദ ഓഫ് മാജിക്കൽ ഫോർമുലസ്. ഈ അഥർവവേദം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മെഡിസിനെ പറ്റി അല്ലെങ്കിൽ ആയുർവേദത്തെ പറ്റി കൂടുതൽ പറയുന്നത് അഥർവവേദ. അത് നിങ്ങൾക്ക് എങ്ങനെ ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ അഥർവയും ആയുർവേദവും ഏകദേശം സിമിലർ ആൽഫബറ്റ്സ് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ കുറച്ചുകൂടി ഓർത്തിരിക്കാൻ എളുപ്പമാണ്. വിച്ച് ഇസ് അബൌട്ട് മാജിക്കൽ ഫോർമുലാസ്, വിച്ച് ഇസ് മോർ സെക്യുലർ ഇൻ കണ്ടന്റ്, വിച്ച് ഇൻക്ലൂഡഡ് മെഡിസിൻ, മാജിക്, ആർട്സ് ആൻഡ് ഡെയിലി ലൈഫ് സയൻസസ്. അതാണ് ഞാൻ പറഞ്ഞത്. ഡെയിലി ലൈഫ് സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെഡിസിനൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ മെഡിസിനെ പറ്റി കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നത് അഥർവവേദയിലാണ്. വിച്ച് എക്സ്പ്ലെയിൻഡ് അബൌട്ട് ദ പ്രൊസീജിയേഴ്സ് ഫോർ എവറിഡേ ലൈഫ്. സോ Atharvaveda is said to represent a popular religion, incorporating not only formulas for magic but also the daily rituals for initiation into learning, Upanayana, marriage and funerals, royal rituals and duties of the court priests also included in the Atharvaveda. The Atharvaveda popular religion എന്ന് പറയുന്നത് എന്നുള്ള കാരണം എന്ന് വെച്ചാൽ ഇറ്റ് ടോക്ട് അബൌട്ട് മാരേജ് ആൻഡ് ഫ്യൂണറൽസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്, ഒരു മനുഷ്യൻ അയാളുടെ മീൻസ് ജീവിതത്തിൽ ഉടനീളം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ മാരേജ്, ഫ്യൂണറൽസ്, പിന്നെന്താ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ഉപനയന, ഇതൊക്കെ ഇതിനകത്ത് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് പോപ്പുലർ റിലീജിയൻ. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാതെ വെക്കാനുള്ളത്, ഇത് മെഡിസിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. വിച്ച് വാസ് ഓൾസോ കോൾഡ് പോപ്പുലർ റിലീജിയൻ. ആൻഡ് അഥർവവേദ ഇസ് നോൺ ആസ് ദ വേദ ഓഫ് മാജിക്കൽ ഫോർമുലസ്. ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം.
സോ വേദിക് എഡ്യൂക്കേഷൻ, അതായത് പോസ്റ്റ് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, വേദിക് പീരീഡ് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് വൺ ഇസ് ഗുരുകുല സിസ്റ്റം, സെക്കൻഡ് വൺ ഇസ് പരീക്ഷ, തേർഡ് വൺ ഈസ് സമ്മേളനം. ഈ ഗുരുകുല സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടീച്ചറോടൊപ്പം കുട്ടി താമസിച്ച് പഠിക്കുന്ന സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഗുരുകുല പരിഷത്ത് സമ്മേളനം ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. മാത്സ് ദ ഫോളോയിങ് നമുക്ക് ചിലപ്പോൾ ചോദിക്കാം. സെക്കൻഡ് വൺ ഇസ് പരിഷത്ത്. പരിഷത്ത് എന്ന് പറഞ്ഞാൽ ലാർജ് എഡ്യൂക്കേഷണൽ അക്കാദമിയാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ച് മനസ്സിലാവും. തക്ഷില, വലഭി പോലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ പരിഷത്ത് എന്ന് പറഞ്ഞത്. ഫോർത്ത് വൺ ഇസ് സമ്മേളൻ, വിച്ച് മീൻസ് കോൺഫറൻസസ് ഫോർ സ്കോളർലി ഡിസ്കഷൻ. അതായത് നമ്മളിപ്പം സെമിനാറിനൊക്കെ അറ്റൻഡ് ചെയ്യത്തില്ലേ, അതുപോലെ പേപ്പർ പ്രസന്റേഷനും കുറച്ച് ഡിസ്കഷനും വേണ്ടിയിട്ടുള്ള വലിയ വലിയ കോൺഫറൻസസിനെയാണ് നമ്മൾ സമ്മേളനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, മറക്കരുത്, പഠിക്കണം. പിന്നെ ലെറ്റർ, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷണൽ തോട്ട്. അതായത് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം കഴിഞ്ഞിട്ട് വന്നതാണ് സൂത്ര ലിറ്ററേച്ചർ പീരീഡ്, വിച്ച് കെയിം ആഫ്റ്റർ വേദിക് ടെക്സ്റ്റ്, ഫോക്കസ്ഡ് ഓൺ മോറൽ ആൻഡ് സോഷ്യൽ ലോസ്. ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന യോഗ, ന്യായ, മീമാംസ ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ലോജിക്കൽ റീസണിൽ പഠിക്കും. അതുകൊണ്ട് ഇവിടെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. വേദിക് എഡ്യൂക്കേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് വന്നതാണ് സൂത്ര ലിറ്ററേച്ചർ പീരീഡ്. അതിനകത്തുള്ള മെയിൻ കോമ്പോണൻസ് ആണ് യോഗസൂത്ര, ന്യായ, മീമാംസ. അതിന്റെ ഇംഗ്ലീഷ് ടേംസും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ അത് ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് വൺ ഇസ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. അതായത് ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് വേദിക് എഡ്യൂക്കേഷൻ ആൻഡ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. അപ്പൊ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ബുദ്ധിസം പ്രൊമോട്ടഡ് ഓപ്പൺ ആൻഡ് ലിബറൽ ലേണിംഗ് ഫോർ ഓൾ. അതായത് ജാതി, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ലാതെ എല്ലാ ആൾക്കാർക്കും പഠിക്കാം എന്നുള്ള ഒരു സിസ്റ്റം ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. എഡ്യൂക്കേഷൻ വാസ് accessible to all castes, men, women and even foreigners. പക്ഷെ നമ്മൾ വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം അതെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീകൾക്ക് കുറച്ചും കൂടി എന്തായിരുന്നു, കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിരുന്നു. അവർക്ക് അത്രയും വലിയ എക്സ്പോഷർ ഒന്നും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ കിട്ടിയിട്ടിരുന്നില്ല. അതുപോലെ തന്നെ ഫോറിനേഴ്സും കുറവായിരുന്നു. സോ ദ തേർഡ് വൺ ഈസ് മൊനാസ്ട്രീസ് ആൻഡ് വിഹാരാസ് സെർവ്ഡ് ആസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇവരുടെ എന്താ മൊനാസ്ട്രീസും വിഹാരസും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് ലേറ്റർ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി നമ്മൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇസ് നളന്ദ യൂണിവേഴ്സിറ്റി, സെക്കൻഡ് വൺ ഇസ് തക്ഷില യൂണിവേഴ്സിറ്റി. അതായത് ഇതൊക്കെ ആദ്യം ഒരു ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി ആയിരുന്നു, ലേറ്റർ എന്തായിട്ട് ഇവോൾവ് ചെയ്തു, അത് ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഇവോൾവ് ചെയ്തു. ഫസ്റ്റ് വൺ ഇസ് നളന്ദ, സെക്കൻഡ് വൺ ഇസ് തക്ഷില. ഇതിനകത്ത് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് എഡ്യൂക്കേഷൻ സ്റ്റാർട്ടഡ് അറൌണ്ട് ഏജ് 8 വിത്ത് സെറമണി കാൾ പ്രബ്രാജ്യ. നമ്മൾ ഉപനയന സെറമണി എന്ന് അവിടെ പറഞ്ഞു. വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉപനയന സെറമണി എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? പ്രബ്രാജ്യ ഓർ പ്രബ്ബജ. ഇത് നിങ്ങൾ ഈ ടേം ഓർത്ത് വെച്ചേക്കാം. ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ ഇനി ക്വസ്റ്റ്യൻ മാറുന്നതിനനുസരിച്ച് ഇത് ചോദിച്ചു കൂടായികയില്ല. ഓക്കെ, അപ്പൊ അതും പ്രബ്രാജ്യ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ഒരു സെറമണി, അതായത് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സെറമണിയാണ് പ്രബ്രാജ്യ എന്ന് പറയുന്നത്. ആഫ്റ്റർ ഇനിഷ്യേഷൻ, അതായത് ഈ ഇനിഷ്യേഷൻ സെറമണി കഴിഞ്ഞു കഴിഞ്ഞാൽ ദി സ്റ്റുഡന്റ് വാസ് കാൾഡ് ശ്രമണ. കുട്ടിയെ വിളിച്ചിരുന്നത് ശ്രമണ എന്നാണ് വിളിച്ചിരുന്നത്. സ്റ്റുഡന്റ് ആയി കഴിഞ്ഞു, ഇനിഷ്യേഷൻ സെറമണി കഴിഞ്ഞു, പിന്നെ കുട്ടി അറിയപ്പെടുന്നത് ശ്രമണ എന്നാണ്. ആൻഡ് ഹി വോർ എ യെല്ലോ റോബ്, അതായത് ഒരു യെല്ലോ റോബ് ധരിച്ചിരിക്കും ആഫ്റ്റർ ദ ഇനിഷ്യേഷൻ. പിന്നെ ലേറ്റർ ഹിൽ ബിക്കം എ ഫുൾ മോങ്ക് ഓർ ഭിക്ഷു. പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഭിക്ഷുവോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ ആയി മാറും. മോങ്ക് മീൻസ് സന്യാസി. അപ്പൊ ഇതിനകത്ത് പ്രബ്രാജ്യ നിങ്ങൾ കുറച്ചുകൂടി ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഏത് ഏജിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതും ഓർത്ത് വെച്ചേക്കാം. ദെൻ ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. എഡ്യൂക്കേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സന്യാസിയായിട്ടോ ഭിക്ഷു ആയിട്ടോ അറിയപ്പെടും. സോ മാത്രമല്ല നമ്മുടെ വൊക്കേഷണൽ എഡ്യൂക്കേഷനും
ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏൻഷ്യന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ഏൻഷ്യന്റ് ഇന്ത്യൻ ലിറ്ററേച്ചർ refers to 64 professions or arts which includes weaving, dyeing, spinning, art of tanning leather, manufacture of boats, chariots, the art of training elephants and horses, and the art of making jewels and so on. അപ്പം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതുപോലെ തയ്യൽ, എന്താണ് മീൻസ് ഡൈയിങ് മീൻസ് സാരിയൊക്കെ കളർ നോക്കി എടുക്കുന്നത്, അല്ലെങ്കിൽ നെയ്ത്ത്, ഇതൊക്കെ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആയിട്ട് പറയുന്നത്. ഇതിനൊക്കെ ഏൻഷ്യൻ പീരീഡിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 64 പ്രൊഫഷൻസ് ഉണ്ടായിരുന്നു. ദെൻ ഓക്കെ, നമ്മൾ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായി എന്താണ്, കുട്ടി ഇനിഷ്യേഷൻ പ്രപഞ്ച സെറമണി കഴിഞ്ഞാൽ കുട്ടീനെ അറിയപ്പെടുന്നത് ശ്രമണ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും കുട്ടി ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞാൽ കുട്ടീനെ പറയുന്നത് സ്നാതക എന്നാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഇതിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് ഫോംസ് ഞാൻ നോട്ട്സിൽ തരാം. So a graduate was called Snataka. Graduation ceremony was known as Samarthana. അതായത് ഈ കൺവൊക്കേഷന് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അറിയപ്പെട്ടിരുന്നെന്ന് പറഞ്ഞാല് സമവർത്തന എന്നാ. നമുക്കിപ്പം സർട്ടിഫിക്കറ്റ് ഒക്കെ തരുന്ന ഒരു സെറമണി ഇല്ലേ, അതിനെ പറഞ്ഞിരുന്നത് സമവർത്തന എന്നാണ്. അപ്പൊ നിങ്ങൾ ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. സോ ഈ ടേംസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് പഠിച്ചു വെക്കണം. കാരണം ഇത് മാത്സ് ഫോളോയിങ്ങിന് ചോദിക്കും. കഴിഞ്ഞ തവണയാണെന്ന് തോന്നുന്നു ഇത് മാത്സ് ഫോളോയിങ്ങിന് പല ടേംസ് ആയിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കും. ടീച്ചർ ടൈപ്പ് ആൻഡ് റോൾ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ആചാര്യ. ആചാര്യ എന്ന് പറഞ്ഞാല് ഹി ടോട്ട് ദ വേദാസ് വിത്തൗട്ട് ചാർജിങ് എനി ഫീ. അതായത് പൈസ ഒന്നും വാങ്ങാതെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്തിരുന്ന ആളെയാണ് ആചാര്യന്മാരെന്ന് അറിയപ്പെട്ടിരുന്നത്. സെക്കൻഡ് വൺ ഇസ് ഉപാധ്യായ് which means taught part of the Vedas or Vedangas and earned livelihood through teaching. അതായത് ഇവിടെ ഫ്രീ ഓഫ് കോസ്റ്റ് ഒന്നുമല്ല, നിങ്ങൾ പൈസ കൊടുത്താലേ നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പുള്ളി വേദാംഗങ്ങൾ പഠിപ്പിച്ചിരുന്ന ആളാണ് ഉപാധ്യായ എന്നറിയപ്പെടുന്നത്. ഫസ്റ്റ് വൺ എന്നുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ is not paid, second one is paid. Third one is Charaga. Charaga, which means wandering scholars who traveled across regions sharing higher knowledge. Hyansa learn from them. അതായത് ഒരു അറിയപ്പെടുന്ന ഏൻഷ്യന്റ് ഇന്ത്യൻ ആ ടൈമിൽ അറിയപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട സ്കോളറാണ് ഹ്യുയാൻസാങ് എന്ന് പറയുന്നത്. പുള്ളി ഈ ചരകാസിൽ നിന്നാണ് പുള്ളി നോളജ് ഏൺ ചെയ്ത് മീൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പുള്ളിക്ക്. Then the fourth one is ഗുരു. ഗുരു എന്ന് പറഞ്ഞാല് ഒരു ഗൃഹസ്ഥ ലൈഫ് ലീഡ് ചെയ്തിരുന്ന, അതായത് കല്യാണം കഴിച്ച് കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന ഒരാളാണ് ഗുരു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്നത്. പുള്ളിന്റെ അണ്ടറിൽ കുട്ടികൾ വന്ന് പഠിക്കുകയായിരുന്നു. ലീവ്ഡ് householder's life, imparted education while also maintaining family life. അതായത് ഒരു ഫാമിലി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരാളാണ് ആര്, ഗുരു എന്ന് പറയുന്നത്. പിന്നെ യൗജന സദ്ദിക, ഇതും ഇമ്പോർട്ടന്റ് ടേം ആണ്. which is renowned for deep scholarship. Students traveled from distant areas to study under them. അതായത് നിങ്ങളുടെ ഒരു സബ്ജക്ട് എക്സ്പേർട്ട് ഉണ്ടാവില്ലേ നിങ്ങളുടെ ഫീൽഡിൽ. ഇപ്പം ഫോർ എക്സാമ്പിൾ BR അംബേദ്കർ, അദ്ദേഹം ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. പക്ഷെ അദ്ദേഹം എവിടെയെങ്കിലും ഒരു ലെക്ചർ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് അതിന്റെ മീൻസ് ആ ലെക്ചർ കേൾക്കാനുള്ള താല്പര്യത്തിൽ ഒരുപാട് പേര് പോയി അറ്റൻഡ് ചെയ്യും. അതായത് ഹി ഈസ് റിനോൺ ഫോർ ഡീപ് സ്കോളർഷിപ്പ്. അതാണ് യൗജന സദിക എന്ന് പറഞ്ഞാല്. ലാസ്റ്റ് വൺ ഇസ് ശിക്ഷക. ഈ ടേംസ് കുറച്ച് പ്രൊനൗൺസ് ചെയ്യാൻ പാടാണ്, നിങ്ങൾ ജസ്റ്റ് പഠിച്ചു വെക്കണം. ഇതിനുള്ള കോഡ് ഞാൻ തരാം, നോട്ട്സിൽ തരാം, ഇപ്പൊ ഞാൻ പറയുന്നില്ല. They are specialized in instruction of arts such as dancing and other performing arts. അതായത് ഡാൻസും പാട്ടൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരെയാണ് ശിക്ഷക എന്ന് പറയുന്നത്. So I hope it is clear. Next one is okay, മാർക്ക് ചെയ്തേക്കുന്ന എല്ലാം ഞാൻ റേസ് ചെയ്യാം. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഞാൻ സെപ്പറേറ്റ് ടേബിൾ ആയിട്ട് തന്നെ കൊടുത്തത്.
ഫസ്റ്റ് വൺ ഇസ് ഗുരുകുലങ്ങൾ. ഗുരുകുല സമ്പ്രദായം, അതായത് കുട്ടി വന്ന് ഗുരുവിന്റെ അണ്ടറിൽ പഠിക്കുന്ന സമ്പ്രദായം, അതാണ് ഗുരുകുലം എന്ന് പറഞ്ഞാല്. ദെൻ പരിഷത്ത്, സോറി second one is Parishad, which is Centers for Higher Education, initially run by 3 Brahmins, later expanded, involved in philosophy, theology, law. Kings often patronize them. Example, Sangam in Tamil Nadu. അതായത് ഇത് സെന്റേഴ്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിരുന്നു. ആദ്യം ഇത് റൺ ചെയ്തിട്ടുണ്ടായിരുന്ന 3 ബ്രാഹ്മണന്മാരായിരുന്നു. ലേറ്റർ എക്സ്പാൻഡ് ചെയ്തു. അത് ഫിലോസഫി, തിയോളജി, ലോ ഇതൊക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാല് തമിഴ്നാട്ടിലെ സംഘം എന്നറിയപ്പെടുന്ന ഒരു സിസ്റ്റം പരിശുദ്ധൻ എക്സാമ്പിൾ ആണ്. പിന്നെ ഗോഷ്ഠി എന്ന് പറഞ്ഞാൽ കോൺഫറൻസ് ആണ്, അതായത് സ്കോളേഴ്സിന്റെ നാഷണൽ ലെവൽ ഗ്യാതറിങ്സ് ആണ്. ദെൻ ആശ്രമങ്ങളാണ്. ആശ്രമങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ആശ്രമത്തിന്റെ ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞാല് ദൂരെ നിന്ന് കുട്ടികൾ വന്ന് താമസിച്ചു പഠിക്കുന്ന ഒരു സ്ഥലം. ഹെർമിറ്റേജസ് ഓഫ് സേജസ് വെർ സ്റ്റുഡൻസ് കെയിം ഫ്രം അഫാർ ഫോർ ലേണിംഗ്. ഇതിനും ഞാൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദെൻ വിദ്യാപീഠം, ഗദിക, അഗ്രഹാര, മാതാ, ബ്രഹ്മപുരി, വിഹാര. ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന സാധനങ്ങളേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഇൻ കേസ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി, ഞാൻ ഇതെന്താണെന്ന് പറഞ്ഞു തരാം. കാരണം കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ടേംസ് ആണ്. മഠം, ബ്രഹ്മപുരി, വിഹാരം ഒക്കെ. വിഹാരം എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് മൊനാസ്ട്രി ദാറ്റ് ബിക്കേം മേജർ സെന്റേഴ്സ് ഓഫ് ബുദ്ധിസ്റ്റ് ഫിലോസഫി ആൻഡ് ലേണിംഗ്. നമ്മൾ നേരത്തെ തക്ഷശിലയും ബലബിയുടെയും കാര്യം പറഞ്ഞു. പിന്നെ അഗ്രഹാരം നമ്മുടെ ഏതോ സിനിമയിൽ അഗ്രഹാരത്തിലേക്ക് എഴുതി അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം അഗ്രഹാരം എന്ന് പറഞ്ഞാല് വില്ലേജസ് ഗ്രാൻഡഡ് ടു ബ്രാഹ്മിൻസ് ഫോർ ടീച്ചിങ് ആൻഡ് റിലീജിയസ് ഡ്യൂട്ടീസ്. അതായത് ഒരു പർട്ടിക്കുലർ വില്ലേജ് ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കും ഫോർ ടീച്ചിങ് ആൻഡ് റിലീജിയസ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും റിലീജിയസ് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയിലോ എങ്ങനെയെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഇത് ഞാൻ ഇതിന്റെ കോഡ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ വി കൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ നമ്മളിനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. ഫസ്റ്റ് വൺ ഇസ് തക്ഷശില യൂണിവേഴ്സിറ്റി. തക്ഷശില യൂണിവേഴ്സിറ്റി വാസ് എ ക്യാപിറ്റൽ ഓഫ് ഗാന്ധാര കിങ്ഡം. ഗാന്ധാര കിങ്ഡത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു തക്ഷശില, വിച്ച് വാസ് വൺ ഓഫ് ദി ഏർലിയസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ദ ഫീൽഡ്. നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റീസുകളിൽ ഒന്നാണ് തക്ഷശില യൂണിവേഴ്സിറ്റി നമുക്ക് പറയാം. വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറൌണ്ട് ദി 7th century BC. അതായത് ഏത് കാലഘട്ടത്തിലാണ് ഇത് വന്നതെന്ന് പറഞ്ഞാൽ 7th century BC ആണ്. And it held a prominent position in the intellectual world, comparable to later institutions like Nalanda and Vikramshila. അതായത് പിന്നെ ഉണ്ടായിരുന്ന നളന്ദയോടും വിക്രംശിലയോടും കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊമിനന്റ് പൊസിഷൻ തക്ഷശില യൂണിവേഴ്സിറ്റി ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തേർഡ് വൺ ഈസ് തക്ഷശില അട്രാക്റ്റഡ് സ്റ്റുഡൻസ് ഫ്രം ഡിഫറെന്റ് കൺട്രീസ്, മേക്കിംഗ് ഇറ്റ് എ ഗ്ലോബൽ സെന്റർ ഓഫ് ലേണിംഗ്. അതായത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള സ്റ്റുഡൻസ് തക്ഷശിലയിൽ വന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. Then fourth one, the university was especially known for its influence in both Buddhist and Brahminical education. അതായത് ബുദ്ധിസ്റ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തക്ഷശിലയും വലബി എന്ന് പറഞ്ഞാൽ ആദ്യം മൊനാസ്ട്രീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അവരെന്തായിട്ട് മാറിയത്, ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് മാറിയത്. അപ്പൊ ഒബ്വിയസ്ലി അവിടെ എന്ത് പഠിപ്പിക്കും, ബുദ്ധിസം പഠിപ്പിക്കും. ആൻഡ് ദേ ഓൾസോ ഇമ്പാർട്ടഡ് ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ. അതായത് ബ്രാഹ്മണിക്കൽ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. Then the fifth one is the university's academic offerings included Vedatrayi, the study of the 3 Veda. ഈ വേദത്രയി എന്ന് പറഞ്ഞാല് ഋഗ്വേദ, സാമവേദ, യജുർവേദ. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ എന്താ അഥർവവേദ എന്താ ഇൻക്ലൂഡ് ചെയ്യാത്തതെന്ന്. കാരണം അഥർവവേദ ആ ഒരു കാലഘട്ടത്തിൽ വേദമായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ലേറ്റർ ദേ അക്സെപ്റ്റഡ് ഇറ്റ് ആസ് വേദ. സോ അത് കഴിഞ്ഞിട്ട് ആണ് അഥർവവേദ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിച്ചത്. ദെൻ വേദാന്ത, ഫിലോസഫി, ദെൻ വ്യാകരണ, ആയുർവേദ. ഇത് ഇത്രയാണ് നമ്മുടെ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ മെയിൻ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഇറ്റ് വാസ് particularly renowned for its focus on military science, astronomy and agriculture. ഇവിടെ ഇതും ഈ റെഡ് മാർക്ക് ചെയ്തേക്കുന്നൊക്കെ നിങ്ങൾ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മിലിറ്ററി സയൻസിനാണ്, അസ്ട്രോണമിക്കാണ് ആൻഡ് അഗ്രികൾച്ചറിനാണ്. which were crucial for both the economy and defense. അതായത് ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയാലോ, ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റു രാജ്യങ്ങളുടെ യുദ്ധങ്ങളുടെ ഒക്കെ ഒരു ത്രെറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്താണ്
മിലിറ്ററി സയൻസിനും അസ്ട്രോണമിക്കും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അഡീഷണലി സ്റ്റുഡൻസ് കുഡ് pursue studies in commerce, learn one of the 18 craft and even acquire specialized knowledge like snake bite cure in Ayurveda. അതായത് ഈ സിപ്പാസ്, അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷനും അവര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സിപ്പാസ് എന്ന് പറയും, അതായത് സിപ്പാസ് അല്ലെങ്കിൽ ശില്പാസ് എന്ന് പറയും. അതായത് ഫോർ എക്സാമ്പിൾ ആർക്കിടെക്ചർ, അല്ലെങ്കിൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയ്ത്ത്, അതുപോലെ 18 ക്രാഫ്റ്റ്സിൽ കുട്ടിക്ക് ഏതെങ്കിലും ഒന്ന് പഠിക്കാനുള്ള ഓപ്ഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദേ ക്യാൻ ചൂസ് വാട്ട് യു വാണ്ട് ടു ലേൺ ആൻഡ് ഈവൻ അക്വയർ സ്പെഷ്യലൈസ്ഡ് നോളജ് ലൈക്ക് സ്നേക്ക് ബൈറ്റ് ക്യൂർ ഇൻ ആയുർവേദ. അതായത് സ്നേക്ക് ബൈറ്റ് ക്യൂറിന്, അതായത് പാമ്പ് കടിയേറ്റാൽ എങ്ങനെ ചികിത്സിക്കണം, അതൊക്കെ കുട്ടികൾക്ക് പഠിക്കായിരുന്നു. ദെൻ ഇത് തക്ഷശില യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന ഫേമസ് സ്കോളേഴ്സിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് പാണിനി, second one is Kaudilya, third one is Charaka. Okay, Panini was known for his contribution to Sanskrit grammar. Second one is Kaudilya. He is the author of Arthashastra and a significant figure in political science. Okay, Paniniയും കൗഡില്യനും ആയിരുന്നു ഇവിടുത്തെ ഫേമസ് സ്കോളേഴ്സ് എന്ന് പറയുന്നത്. കൗഡില്യൻ അർത്ഥശാസ്ത്രത്തിന്റെ പിതാവാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പം കൗഡില്യൻ എവിടുത്തെ സ്കോളർ ആയിരുന്നു, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാം. ദെൻ ഇവിടുത്തെ അഡ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഡിസൈഡഡ് ബൈ ഇൻഡിവിജ്വൽ ടീച്ചർ. ടീച്ചറിന്റെ ഇഷ്ടപ്രകാരമാണ് കുട്ടി എടുത്തോണ്ടിരുന്നത്, നോട്ട് ത്രൂ എൻട്രൻസ് എക്സാമിനേഷൻ, ബട്ട് ദേ കണ്ടക്ടഡ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ PhD. PhDക്ക് എൻട്രൻസ് എക്സാം വെച്ചിട്ടുണ്ടായിരുന്നു, ബട്ട് നോട്ട് ഫോർ അതർ സ്ട്രീംസ്. വേറെ സ്ട്രീംസിന് എന്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എൻട്രൻസ് എക്സാം വെച്ചിട്ടുണ്ടായിരുന്നില്ല. ടീച്ചറിന് ഇഷ്ടപ്പെട്ട കുട്ടി എടുക്കും. ദ മിനിമം ഏജ് ഫോർ അഡ്മിഷൻ വാസ് ഓവർ 16 years. 16 വയസ്സിന് മോളുണ്ടായിരുന്ന കുട്ടികളെയാണ് കൂടുതലായിട്ടും അവര് അഡ്മിഷന് പരിഗണിച്ചിരുന്നത്. സോ അടുത്ത പറയുന്നത് തക്ഷശില യൂണിവേഴ്സിറ്റി, തക്ഷശിലയുടെ ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ആണ്. അതായത് എങ്ങനെ തക്ഷശില യൂണിവേഴ്സിറ്റിക്ക് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് വന്നെന്ന് പറഞ്ഞാല്, നമ്മുടെ തക്ഷശില യൂണിവേഴ്സിറ്റി ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്ന പ്രസന്റ് ഡേ പാകിസ്ഥാനിലാണ്. അതായത് പാകിസ്ഥാനിലാണ് ഇപ്പൊ തക്ഷശില യൂണിവേഴ്സിറ്റി നിലകൊള്ളുന്നത്. ബട്ട് ഇറ്റ് വാസ് പാർട്ട് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ. ആ സമയത്ത് നമ്മുടെ അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അലക്സാണ്ടർ ദി ഗ്രേറ്റ് അദ്ദേഹം പല സ്ഥലങ്ങളും ഇങ്ങനെ കീഴടക്കി മിഡിൽ ഈസ്റ്റ്, മെഡിറ്ററേനിയൻ ഒക്കെ കീഴടക്കി എവിടെ വന്നിട്ടുണ്ടായിരുന്നു, തക്ഷശില വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ തക്ഷശില, അതായത് ഗാന്ധാര കിങ്ഡത്തിൽ വന്നിട്ടുണ്ടായിരുന്ന സമയത്ത് ഹി വാസ് അക്സെപ്റ്റഡ് ബൈ ദി പീപ്പിൾ. അവിടുത്തെ രാജാവ് നന്നായിട്ട് അയാളെ സ്വീകരിച്ചു. അതുകൊണ്ട് അങ്ങനെയാണ് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അപ്പം വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, തക്ഷശില യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിക്കാണ് ഗ്രീക്ക് ഇൻഫ്ലുവൻസ് ഉള്ളത്? സോ ഇറ്റ് ഈസ് തക്ഷശില യൂണിവേഴ്സിറ്റി. Takshila absorbed elements of Greek culture due to its location at a cultural crossroad, facilitating exchange between India and Greek knowledge. പിന്നെ ഇവിടെ എക്സാം സിസ്റ്റം ഒന്നുമില്ലായിരുന്നു. നോ ഡിഗ്രീസ് ഓർ ഡിപ്ലോമാസ് വെർ ഗ്രാൻഡഡ്, മീൻസ് അവോർഡഡ്. എക്സാം സിസ്റ്റം ഒന്നുമില്ലായിരുന്നു, ഡിഗ്രീസും ഡിപ്ലോമയൊന്നും അവാർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ദ സെക്കൻഡ് വൺ ഇസ് നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് പ്രസന്റ് ഡേ ബീഹാറിലാണ്. സരിപുത്ത, അതായത് ലോർഡ് ബുദ്ധയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസൈപ്പിളായ സരിപുത്ത, നമ്മുടെ സരിപുത്തയുടെ ബർത്ത് പ്ലേസ് ആണ് നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാല്. മീൻസ് ബീഹാർ, രാജ്ഗിർ ഇൻ ബീഹാർ. മേജർ ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്റർ ഫ്രം 427 CE to 1197 CE. അപ്പൊ ഈ ഇയർ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തതാണ്. ബട്ട് ഇതിനകത്ത് നിങ്ങൾ പഠിക്കാനുള്ളത് ഇറ്റ് വാസ് ഫേമസ് ഫോർ മഹായാന ട്രഡീഷൻ. അതായത് ബുദ്ധിസത്തിന്റെ ഒരു ബ്രാഞ്ച് ആണ് മഹായാന എന്ന് പറഞ്ഞാല്. ബുദ്ധിസത്തിന് 3 ബ്രാഞ്ച് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് തേരവാഡ, സെക്കൻഡ് വൺ ഇസ് മഹായാന, തേർഡ് വൺ ഇസ് വജ്രയാന. ഈ 3 ബുദ്ധിസത്തില് നളന്ദ യൂണിവേഴ്സിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് മഹായാന ട്രഡീഷൻ ആണ്. ആൻഡ് ദിസ് യൂണിവേഴ്സിറ്റി വാസ് കമ്പയർഡ് വിത്ത് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് ആൻഡ് പാരീസ്, ഹാർവർഡ് ഫോർ ഇറ്റ്സ് യൂണിവേഴ്സലിസം ആൻഡ് ഇന്റർനാഷണൽ ക്യാരക്ടർ. അതായത് ഈ ഒരു യൂണിവേഴ്സിറ്റി മറ്റ് ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് കമ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, സച്ച് ആസ് ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് ആൻഡ് ഹാർവർഡ്. ദെൻ ദ റൂയിൻസ് ഓഫ് നളന്ദ ആൻഡ് ബീഹാർ. ഇന്ത്യ, അതായത് നമ്മുടെ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ റിമെയിൻസ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഇൻ യുവർ എക്സാം, ഐ ഗസ്. സോ 2016 നളന്ദ യൂണിവേഴ്സിറ്റി മീൻസ് അതിന്റെ റൂയിൻസിന്
നമുക്ക് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. So, at its peak, it housed 10,000 monks, 1,510 teachers, 8,500 students from across Asia. അതായത് അതിന്റെ പീക്കിൽ നിന്ന സമയത്ത് ഏകദേശം 10,000-ഓളം സ്റ്റുഡൻസും 8,500-ഓളം സന്യാസിമാരും 8,500-ഓളം സ്റ്റുഡൻസും 1,000-ലധികം ടീച്ചേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് the next one is Nalanda reached zenith during the Gupta dynasty. അതായത് നളന്ദ അതിന്റെ പീക്ക് കാലഘട്ടത്തിൽ പ്രൈം കാലഘട്ടത്തിൽ എത്തിയ ഗുപ്ത ഡൈനാസ്റ്റിയുടെ സമയത്താണ്. അപ്പൊ ഈ ഗുപ്ത ഡൈനാസ്റ്റി ഏത് ഡൈനാസ്റ്റിയുടെ സമയത്താണ് നളന്ദ അതിന്റെ പീക്കിൽ എത്തിയത്? അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. Then Chinese traveler Huansang visited Nalanda in the 7th century. അതായത് Huansang 7th centuryയിൽ നളന്ദ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അടുത്ത പറയുന്നത്. Nalanda University was revived as a central university in 2010 with support from countries like Japan, China, Thailand, Laos, Singapore and Australia. And Nalanda University 2010 ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആക്കി മാറ്റി ഇന്ത്യൻ ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട്. ഓൾസോ ഇതിന് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല സപ്പോർട്ട് ഉള്ളത്. ഇറ്റ് ഹാസ് സപ്പോർട്ട് ഫ്രം ജപ്പാൻ, തായ്ലൻഡ്, ചൈന, ലാവോസ് ആൻഡ് സിംഗപ്പൂർ. അപ്പം നളന്ദ ഇപ്പോഴും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള വേറൊരു കാര്യം അക്കാഡമിക് സിസ്റ്റത്തെ പറ്റിയാണ്. ഇറ്റ് വാസ് നൗൺ ഫോർ ഇസ് ഫാക്കൽറ്റി ഓഫ് ലോജിക്. Then the second one is Shilbhadra. ഈ ടേംസ് ഒക്കെ നിങ്ങൾ കുറച്ച് നന്നായിട്ട് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിക്കുക. ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഇതാണ് പ്രത്യേകമായിട്ടുള്ള ടേംസ്. അങ്ങനെ ശിൽബാദ്ര എന്ന് പറഞ്ഞാല് നമ്മുടെ നളന്ദയുടെ കുലപതി അല്ലെങ്കിൽ ചാൻസലറെയാണ് നമ്മൾ ശിലഭദ്ര എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വൺ ഇസ് ദ്വാരപണ്ഡി. ദ്വാരപണ്ഡി എന്ന് പറഞ്ഞാല് അഡ്മിഷൻ മാനേജ് ചെയ്തിരുന്ന ആളെയാണ് ദ്വാരപണ്ഡി എന്ന് പറയുന്നത്. നിങ്ങളിത് KVS മാഡന്റെ ബുക്ക് പഠിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ടേം കിട്ടത്തുള്ളൂ. വേറെ PPT ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് ഞാൻ ഇത് സ്വന്തമായിട്ട് പഠിച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ആൻഡ് ദ എഡ്യൂക്കേഷൻ സിസ്റ്റം വാസ് ഫ്രീ ഓഫ് കോസ്റ്റ്. പൈസ ഒന്നും കൊടുക്കണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. സോ ഇതിനകത്ത് പറയുന്നത് ഒരു 8 ലാർജ് ഹാൾസ് ഉണ്ടായിരുന്നു നമ്മുടെ എന്തിന് നളന്ദയ്ക്ക്. 300 സ്റ്റഡി ചേമ്പേഴ്സ് ഉണ്ടായിരുന്നു. 300 കുട്ടികൾക്ക് അറ്റ് എ ടൈം ഇരുന്ന് പഠിക്കാനുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ 8 ലാർജ് ഹാൾസിന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഏതൊക്കെയാണ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഈ ടേംസ് ഒക്കെ നിങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം. A 9-story library with 3 sections called Ratnasagar was there. അപ്പൊ സംഗരമ, രത്നസാഗർ ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. And the university emphasized on debate, discussion, lectures and oral explanation. Debate and discussion and lectures ഒക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. And the university was destroyed in 1197 CE by Bhaktyar Khilji. ഇതിനോടൊക്കെ നിങ്ങൾ ഈ ഒരു പേരുമായിട്ട് ഫെമിലിയർ ആയിരിക്കും, കാരണം അത്യാവശ്യമുള്ള യൂണിവേഴ്സിറ്റി ഒക്കെ തീയിട്ട് നശിപ്പിച്ചത് ഇദ്ദേഹമാണ്. Then the third one is Vallabhi University. Vallabhi University presently ഗുജറാത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. Recognized by Chinese traveler Huansang and Aising. അതായത് ഹ്യുവാൻസാങ്ങും ഐസിങ്ങും മീൻസ് അവരുടെ ടെക്സ്റ്റൈലിൽ പ്രതിപാദിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് വല്ലഭി യൂണിവേഴ്സിറ്റി. ഇറ്റ് ഇസ് പ്രൈമർലി അസോസിയേറ്റഡ് വിത്ത് ഹിനയാന സ്കൂൾ ഓഫ് ബുദ്ധിസം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുദ്ധിസത്തിന്റെ 3 പ്രധാനപ്പെട്ട ബ്രാഞ്ച് ഉണ്ടെന്ന്, തേരവാഡ, മഹായാന, വജ്രയാന. അപ്പോ ഈ മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ബ്രാഞ്ചാണ് ഈ ഹീനയാന സ്കൂൾ ഓഫ് ബുദ്ധിസം എന്ന് പറയുന്നത്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. Not limited to religious education, also offered secular subjects such as Arthashastra, Nidishastra, Chikitsa Shastra and medicine. അതായത് എക്കണോമിക്സും ലോയും മെഡിസിനും ഒക്കെ വല്ലഭി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് 6 മിനിറ്റും കൂടെ ബാക്കിയുള്ളൂ. Then it functioned efficiently and was financially strong until 755 CE. അതായത് ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരുന്നു എന്ന് വരെ 755 CE വരെ ഫിനാൻഷ്യലി സ്ട്രോങ് ആയിരുന്നു. Then it was partially destroyed by Arab invasion. അതായത് അറബ് ഇൻവേഷൻ കൊണ്ട് കുറച്ചൊക്കെ അതിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂഡ് ഫംഗ്ഷൻ. സ്റ്റിൽ ഒരു 12ാമത്തെ സെഞ്ചുറി വരെ അത് CE 12ാമത്തെ സെഞ്ചുറി വരെ അത് കുറച്ചെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫംഗ്ഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വല്ലഭി വാസ് എ ക്യാപിറ്റൽ ഓഫ് മൈത്രേയ ഡൈനാസ്റ്റി.
അപ്പം വലഭി ഏതിന്റെ ക്യാപിറ്റൽ ആയിരുന്നു അതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇറ്റ് വാസ് എ ക്യാപിറ്റൽ ഓഫ് മൈത്രക ഡൈനാസ്റ്റി. അപ്പോ അത് ഇമ്പോർട്ടന്റ് ആണ്. The language of instruction was primarily Sanskrit and Prakrit, used for religious as well as secular texts. അതായത് സംസ്കൃതത്തിലും പ്രാകൃതത്തിലുമാണ് അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. Then Ising specifically mentioned Vallabhi's excellence in teaching Hinayana Buddhism and secular subjects. അതായത് ഐൻസിൻ അദ്ദേഹത്തിന്റെ ബുക്കുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വല്ലഭി യുടെ എക്സലൻസ് ഇൻ ടേംസ് ഓഫ് ടീച്ചിങ് ഹിനയാന ബുദ്ധിസം. ഹിനയാന ബുദ്ധിസത്തിൽ വല്ലഭിക്ക് ഉണ്ടായിരുന്ന ഒരു എക്സലൻസ് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. Then alongside Sanji and Amayavati, വല്ലഭി വാസ് എ മേജർ ഹിനയാന ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ. അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാല് സാഞ്ചിയും അമരാവതിയും വൺ ഓഫ് ദി റിനൗണ്ട് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് ലൊക്കേഷൻസ് ആണ് ഇന്ത്യയിലെ. അപ്പോൾ അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്നതായിരുന്നു വല്ലഭി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷണൽ ഹബ്. പിന്നെ വിക്രംശില യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ധർമ്മപാല പാലാഡ യൂണിവേഴ്സിറ്റിയാണ്. ഇറ്റ് ഇസ് ലൊക്കേറ്റഡ് ഇൻ നോർത്തേൺ മഗധ്. ഇതിനകത്ത് പ്രധാനമായിട്ടും ടീച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്ത്രിക് ബുദ്ധിസം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധിസം എന്ന് പറയും. ഈ തന്ത്രിക് ബുദ്ധിസം അല്ലെങ്കിൽ വജ്രയാന ബുദ്ധിസം എന്ന് പറഞ്ഞാല് ബുദ്ധിസത്തിന്റെ 3 മേജർ ശാഖകളിൽ ഒന്നാണ് വജ്രയാന ബുദ്ധിസം. ഈ വജ്രയാന ബുദ്ധിസത്തിന് തന്നെയാണ് നമ്മൾ തന്ത്രിക് ബുദ്ധിസം എന്ന് പറയുന്നത്. സോ 108 സ്കോളേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. they were appointed as ആചാര്യാസ് ആൻഡ് ടെമ്പിൾ ഇൻ ചാർജസ്. ഒരുപാട് ടിബറ്റൻ സ്കോളേഴ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വിക്രംശില യൂണിവേഴ്സിറ്റി 6 കോളേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ സെൻട്രൽ ബിൽഡിങ്ങിനെ വിഗ്യാൻ ഭവൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ദ്വാർ പണ്ഡിറ്റ് നമ്മൾ മുന്നേയും ഒരു യൂണിവേഴ്സിറ്റിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അഡ്മിഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളെയാണ് ദ്വാര പണ്ഡിതൻ എന്ന് പറയുന്നത്. ദ്വാര പണ്ഡിതൻ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കാം, ചിലപ്പോൾ ചോദിക്കാം ദ്വാര പണ്ഡിതൻ ആരാണ്. സോ ദ മഹാസ്തവീർ സെർവ്ഡ് ആസ് ദി കുലപതി. അപ്പൊ നമ്മള് ശിലഭാദ്ര വേറൊരു സ്ഥലത്ത് കുലപതിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാൻസലർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്രംശില യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുലപതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മഹാസ്തവീർ എന്നാണ്. മേജർ സബ്ജക്ട്സ് വ്യാകരണം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ലോജിക് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഫിലോസഫി പഠിച്ചിട്ടുണ്ടായിരുന്നു, തന്ത്രശാസ്ത്രം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ സമവർത്തന നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. കൺവോക്കേഷൻ പറയുന്നതാണ് സമവർത്തന സെർമണി. ഡിഗ്രീസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് സമവർത്തന സെർമണിയിലൂടെയാണ്. സോ അഗൈൻ നമ്മുടെ പ്രധാനപ്പെട്ട ആൾ വരുന്നുണ്ട്, ബക്തിയാർ ഖിൽജി. അദ്ദേഹം ഇത് വീണ്ടും നശിപ്പിച്ചു. ഹി ഡിസ്ട്രോയ്ഡ് ദി യൂണിവേഴ്സിറ്റി ഇൻ 1203. ഓക്കെ, leading to its downfall. സോ ഇന്ന് നമുക്ക് തൽക്കാലം ഇത് ഇവിടെ നിർത്താം, കാരണം സമയം കഴിഞ്ഞു. ആക്ച്വലി ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മാക്സിമം എന്താക്കാൻ നോക്കുക. ഇനി നമുക്ക് മിഥില പഠിക്കാനുണ്ട്, നാദ്യ പഠിക്കാനുണ്ട്, ഒടന്താപുരി, ജഗദാല. പിന്നെ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഫേമസ് ഇന്ത്യൻ സ്കോളേഴ്സ് ബൈ ഡിസിപ്ലിൻ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേംസ് മാത്രം നിങ്ങളൊന്ന് കാണാതെ പഠിച്ചാൽ മതി. ഫിലോസഫിയിൽ ആരായിരുന്നു ബുദ്ധ, സർജറിയിൽ ആരായിരുന്നു സുശ്രുത, മെഡിസിനിലെ ചരകൻ, ഫിസിക്സിലെ കനാദൻ, കെമിസ്ട്രിയിലെ നാഗാർജുന, അസ്ട്രോണമി ആര്യഭട്ട, അൻവരാഹമിരൻ. അതൊക്കെ ഈ സബ്ജക്റ്റിൽ എക്സ്പെർട്ട് ആയിരുന്ന സ്കോളേഴ്സിന്റെ പേരാണ്. അതായത് യോഗ പദ്ധതി. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇത് എക്സാമിന് കഴിഞ്ഞതാണെന്ന് ചോദിക്കും, ഇനിയും മിക്കവാറും ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ കളയരുത്, കറക്റ്റ് പഠിക്കണം. അവസാനം മാർക്ക് പോയാൽ അതിന്റെ വിഷമം മനസ്സിലാവും നിങ്ങൾക്ക്. അതുകൊണ്ട് ആർക്കും മാർക്ക് പോകാതിരിക്കട്ടെ, എല്ലാവരും ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കാം. കാരണം നമ്മൾ ചെറിയ മിസ്റ്റേക്ക് വരെ വലിയ പ്രശ്നത്തിലോട്ട് നയിക്കും. അതായത് കാരണം ആദ്യം എന്റെ JRF പോകുന്നത് 2 മാർക്കിനാണ്. അപ്പം ഉണ്ടായ വിഷമം എന്ന് പറഞ്ഞാല് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നമ്മൾ ഇനി അടുത്ത സെഷൻസിൽ, അതായത് ഇന്ന് നൈറ്റ് ഒരു സെഷനും കൂടി ഇല്ല. അപ്പൊ അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാല് റിപ്പോർട്ട്സ് ആണ്. അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ട്സും പിന്നെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കമ്മീഷൻസ്, അതായത് രാധാകൃഷ്ണ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. അതുകൊണ്ട് അത് മിസ് ചെയ്ത് കറക്റ്റ് വരണം. കുറച്ചുകൂടി നല്ലോണം എടുക്കാം. നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആക്ച്വലി ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, അത് മാക്സിമം നിങ്ങൾ ചെയ്യാൻ നോക്കുക. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഞാൻ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാല് എന്താ, ഓരോരോ തക്ഷശില യൂണിവേഴ്സിറ്റിനെ പറ്റി ഒരു 10-25 ക്വസ്റ്റ്യൻ, പിന്നെ നാലന്തയെ പറ്റി ക്വസ്റ്റ്യൻ, അങ്ങനെ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ 4 ഓപ്ഷൻസ് കാണും. ആ 4 ഓപ്ഷൻസിൽ
ഒരു ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ബാക്കി 3 ഓപ്ഷൻ എന്താണെന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തൊന്ന് കണ്ടുപിടിച്ച് നോട്ട് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് അത് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോ ദിസ് ഈസ് ഓൾ അബൌട്ട് ടുഡേ. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും എന്താണ് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി, ഞാൻ നോട്ട്സ് ഷെയർ ചെയ്യാം. ഇത് ആദ്യം ഞാൻ കുറച്ച് ഡിലേ ആയിപ്പോയി, പക്ഷെ ഇനി കുറച്ചുകൂടി സ്പീഡിന് എടുക്കാൻ നോക്കാം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടോ? അതാ മാളവിക. Thank you so much, ma'am.